ഹലോ എവരി വൺ. സോ മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡി നമ്മൾ ലോസ് ഓഫ് മോഷൻ ഉള്ള ചാപ്റ്റർ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീറ്റിലൊക്കെ സ്ഥിരമായി വരുന്ന ഒരു ടോപ്പിക്കുള്ള ഒരു ഏരിയയാണ് കണക്റ്റഡ് ബോഡീസ്. സോ കണക്റ്റഡ് ബോഡിൻ്റെ ഏറ്റവും ബേസിക് ലോജിക്ക് നമുക്ക് ആദ്യം തുടങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ ശരിക്കും ഒരു ഒറ്റ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഏതാ ഇക്വേഷൻ? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ. ഞാൻ ഒരു കാര്യം പറയാം. ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം ഉണ്ട്. ഈ ബ്ലോക്ക് ഓഫ് മാസ് എമ്മിന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് പിടിച്ച് വലിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് 100 ന്യൂട്ടൺ എന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരാളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് ഏകദേശം ഒരു 70 ന്യൂട്ടൺ വിചാരിക്കും. 70 ന്യൂട്ടൺ. അപ്പോൾ എൻ്റെ ചോദ്യത്തിലേ ഉള്ളൂ, ബ്ലോക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക? ആരാണോ വലിയ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കാണ് ബോഡി മൂവ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് എന്താ? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കാണ് ബോഡി മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 100 മൈനസ് 70 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നല്ല നമ്മൾ പറയാം. 100 മൈനസ് 70 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അതേപോലെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം. ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം ഉണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് F1 ആണ്, ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് F2 ആണെങ്കിൽ ഈ ബോഡി ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ബോഡിയുടെ ആക്സിലറേഷൻ F1ന്റെ ഡയറക്ഷനിലേക്കാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? F1 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ F2 ഓർ F1 മൈനസ് F2 ഇസ് ഈക്വൽ ടു എന്താ? എം ഇൻറ്റു എ. F1 മൈനസ് F2 ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. സോ ഇവിടെ നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായ ലോസ് ഓഫ് മോഷനിൽ വരുന്നത് പുഷിൻ ടൈപ്പും അതേപോലെ തന്നെ പുള്ളിങ് ടൈപ്പുമാണ്. പുഷിൻ ടൈപ്പും പുള്ളിങ് ടൈപ്പും. അതിൻ്റെ ഫ്രീ ബോർഡ് ഡയഗ്രം വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ? സോ ഒരു ക്വിക്ക് റിവിഷനായിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുക. ഒരു M1 എന്നുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ M1 എന്നുള്ള ബ്ലോക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു M2 എന്നുള്ള ബ്ലോക്കുമായിട്ടാണ്. സോ ഈ M1 എന്നുള്ള ബോഡീൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് M1 ആൻഡ് ദിസ് ഇസ് M2. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് F ആണ്. ഈ F എന്നുള്ള ഫോഴ്സ് കൊടുത്ത് ഈ ബോഡി ഞാൻ മൂവ് ചെയ്യിക്കുന്നുണ്ട്. സോ ബോഡി ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ബോഡീൻ്റെ മുകളിൽ ആകെ ഒരൊറ്റ ഫോഴ്സ് മാത്രമേ എക്സൈഡ് ചെയ്യുന്നുള്ളൂ. സോ വാട്ട് ഈസ് ഫോഴ്സ്? F is equal to total mass എടുക്കുന്ന സമയത്ത് total mass into acceleration or acceleration is equal to F divided by m1 plus m2. സോ ആക്സിലറേഷൻ പഠിക്കാൻ ഒരു സംശയം വേണ്ട. ആക്സിലറേഷൻ is equal to നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ്. ഇവിടെ ഒരൊറ്റ ഫോഴ്സ് എക്സൈഡ് ചെയ്യുന്നുള്ളൂ. ടോട്ടൽ F divided by m1 plus m2. അതേപോലെ ഇവിടെ ഒരു ഫിഗർ ഞാൻ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ സിമിലർലി ഞാൻ ഇവിടെ ഒരു ഫിഗർ വരയ്ക്കുന്നുണ്ട്. ഒരു ഫിഗർ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഈ ഫിഗറിൽ നിങ്ങൾ നോക്കുക. ഈ ഫിഗറിൽ ഞാൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ പറയണം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിലേക്കാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ F ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് m1 പ്ലസ് m2 പ്ലസ് m3. സോ ഈ രണ്ട് കേസിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഒരു സംശയം വേണ്ട. ആക്സിലറേഷൻ ഈസ് വെരി ക്ലിയർ. എന്താണ്? നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. എന്നാൽ ഇവിടെ ചോദിക്കുക എന്താ അറിയോ? ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുത്തത് M1ന്റെ മുകളിലാണ്. ഈ M1 എന്ത് ചെയ്യുന്നുണ്ട്? M2ന്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? കാരണം ഞാൻ ഈ ഒരു ബോഡീനെ ഇവിടെ നിന്ന് തള്ളുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് തള്ളുന്ന സമയത്ത് ഈ ബോഡി M1 എന്ത് ചെയ്യുന്നുണ്ട്? M2ന് ഒരു ആക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ദ കോണ്ടാക്ട് ഫോഴ്സ് ഈസ് കോൾഡ് F. സോ M1 M2ന്റെ മുകളിൽ ഒരു ആക്ഷൻ കൊടുക്കുന്ന സമയത്ത് M2 എന്ത് ചെയ്യടാ? M2 തിരിച്ച് എന്ത് ചെയ്യും? M1ന്റെ മുകളിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കില്ലേ? റിയാക്ഷൻ പേഴ്സ് ഉണ്ടാവും. സോ M1 M2നെ ഒരു തള്ളുമ്പോൾ M2 തിരിച്ച് M1നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ തള്ളുന്നുണ്ട്. സോ ദർ ഇസ് എ കോണ്ടാക്ട് ഫോഴ്സ്. സോ ഈ കോണ്ടാക്ട് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഇതിനൊരു ട്രിക്കുമുണ്ട്, ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് മനസ്സിലാക്കാം. അതായത് ഞാൻ ഈ M1 എന്നുള്ള ബ്ലോക്ക് എടുക്കുന്നു. ഈ M1 എന്നുള്ള ബ്ലോക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഈ ഡയറക്ഷനിലേക്കാണ്. അതേപോലെ ഞാൻ M2 എന്നുള്ള ബ്ലോക്ക് എടുക്കുന്നു. M2 എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? M2 മൂവ് ചെയ്യുന്നതും ഈ ഡയറക്ഷനിലേക്ക് തന്നെയാണ്. ഈ M2ന്റെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫോഴ്സുകൾ നിങ്ങൾ നോക്ക്. M2ന്റെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫോഴ്സുകൾ നോക്കുമ്പോൾ ദർ ഈസ് ഓൺലി M2ന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ദർ ഈസ് ഓൺലി എ കോണ്ടാക്ട് ഫോഴ്സ്. ഈ കോണ്ടാക്ട് ഫോഴ്സും ഈ ക്യാപിറ്റൽ Fഉം എക്സൈഡ് ചെയ്യുന്നത് M1ന്റെ മുകളിലാണ്. സോ M2ന്റെ മുകളിൽ ആകെ എക്സൈഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു കോണ്ടാക്ട് ഫോഴ്സ് മാത്രമല്ല, സ്മോൾ F മാത്രമല്ല എക്സൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ M1നെ നോക്കൂ. M1ന്റെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാപിറ്റൽ F ഉണ്ട്. അതുമാത്രമല്ല M2 തിരിച്ച് തള്ളിയ സ്മോൾ F ഉണ്ട്. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ F മൈനസ് സ്മോൾ F ഇസ് ഈക്വൽ ടു M1 ഇൻറ്റു എ. അതേപോലെ ഇവിടെ സ്മോൾ F ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു എ. സിമ്പിൾ ആസ് ദാറ്റ്. കിട്ടിയല്ലോ. നെക്സ്റ്റ് 3 ബ്ലോക്കുകളാണെങ്കിൽ എന്താ സംഭവിക്കുക? F എന്നുള്ള ഫോഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? M1ന്റെ മുകളിൽ കൊടുക്കുമ്പോൾ M1 എന്ത് ചെയ്യുന്നുണ്ട്? M2ന്റെ മുകളിൽ ഒരു കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് F1 വിളിക്കാം. M2 തിരിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കുന്നത് നമുക്ക് അതിനെ F1 വിളിക്കാം. അതുമാത്രമല്ല ഇവിടെ M3 എന്നുള്ള ഒരു മൂന്നാമത്തെ ബോഡി അതുമായിട്ട് കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കണം? M2 M3യെ ഇങ്ങോട്ടേക്ക് ഒരു കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കും. അതിനെ നമുക്ക് F2 എന്ന് വിളിക്കാം. M3 തിരിച്ച് M2ന്റെ മുകളിൽ ഒരു കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കും. നമുക്ക് അതിനെ F2 എന്ന് വിളിക്കാം. സോ നമ്മൾ ഈ 3 ബോഡിയെ എന്ത് ചെയ്യുന്നതാ? ഈ 3 ബോഡിയെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വരയ്ക്കുമ്പോൾ ദിസ് ഇസ് M1, ദിസ് ഇസ് M2 ആൻഡ് ദിസ് ഇസ് M3. സോ ആദ്യം നമുക്ക് ഈ M1ന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ നോക്കാം. എന്താണ് M1ന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ്? നമ്മൾ കൊടുത്ത ക്യാപിറ്റൽ F, M2 കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് F ആണ്.
അതേപോലെ M2ന്റെ മുകളിലോ M2ന്റെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ M1 കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സും അതേപോലെ M3 തിരിച്ചു കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് F2. M3ന്റെ മുകളിലോ M3ന്റെ മുകളിൽ മാത്രമേ ഒരൊറ്റ സിംഗിൾ ഫോഴ്സ് ഉണ്ടാവുന്നുള്ളൂ അല്ലേ. F2 എന്നുള്ള കോണ്ടാക്ട് ഫോഴ്സ് ലീസ്റ്റ് ഫോഴ്സ് എക്സൈഡ് ചെയ്യുന്ന M3ന്റെ മുകളിലാണ്. നിങ്ങൾ ആലോചിക്കുക, M1ന്റെ മുകളിൽ നമ്മൾ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ്, M2 കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ്, M2ന്റെ മുകളിൽ M1 കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സും M3 കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സും, M3ന്റെ മുകളിൽ ആര് മാത്രമേ ഉള്ളൂ, M2 കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ നെറ്റ് ഫോഴ്സ് എടുക്കുമ്പോൾ F മൈനസ് F1 is equal to M1 into A, F1 മൈനസ് F2 is equal to M2 into A, ഇവിടെ F2 is equal to M3 into A. സാർ A എങ്ങനെ കിട്ടുക? ലുക്ക് അറ്റ് ഹിയർ, വാട്ട് ഈസ് A? A is equal to അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ്. വളരെ ഡയറക്റ്റ് നിങ്ങൾ എൻ്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സാർ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്. ചോദ്യം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. 3 blocks of mass 4 kg, 2 kg and 1 kg respectively in contact on a frictionless table as shown in the figure. If a force of 14 Newton is applied on the block 4 kg block, the contact force between 4 kg and 2 kg. 4 കിലോഗ്രാമിൻ്റെയും 2 കിലോഗ്രാമിൻ്റെയും ഇടയിലുണ്ടാവുന്ന കോണ്ടാക്ട് ഫോഴ്സ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം? F ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് അല്ലേ, F ഡിവൈഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. വാട്ട് ഈസ് F? F എത്രയാ? 14. M1 M2 M3 കൂടിയാൽ 4 plus 2 6 plus 1 7, 14 by 2, that will give 2 meter per second square is the acceleration of the system. നമുക്ക് 4 കിലോഗ്രാമിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന കോണ്ടാക്ട് ഫോഴ്സ് ആണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം 4 കിലോഗ്രാം 2 കിലോഗ്രാമിൻ്റെ മുകളിൽ ഒരു കോണ്ടാക്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ 2 കിലോഗ്രാം തിരിച്ചൊരു കോണ്ടാക്ട് ഫോഴ്സ് 4 കിലോഗ്രാമിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട്. സോ ഇത് 4 കിലോഗ്രാം ആണ്. ഇവിടെ നമ്മൾ 14 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ടാവും. ഈ F ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ബോഡി മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ നമുക്ക് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്താം? 14 മൈനസ് F is equal to 4 into A, or F is equal to 14 minus 4 into A. A 3 2, 4 into 2 6 അല്ലേ. സോ 14 മൈനസ് 6 ചെയ്താൽ യു വിൽ ഗെറ്റ് 8 ന്യൂട്ടൺ. ശരിയാണോ? യെസ്, യു വിൽ ഗെറ്റ്, സോറി 8 ആണ്. 14 മൈനസ് 4 into 2 that will give 8. 14 minus 8 that will give 6 ന്യൂട്ടൺ. വെരി സോറി, കോണ്ടാക്ട് ഫോഴ്സ് വിൽ ബി 6 ന്യൂട്ടൺ എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സർ ഇതൊക്കെ നീറ്റ് എക്സാം ചോദിക്കാറുണ്ടോ? ഓഫ് കോഴ്സ് ഐ ആം എക്സ്പെക്ടിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. 2024 നീറ്റ് എക്സാമിന് വന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. 2024 നീറ്റ് എക്സാമിന് വന്ന ചോദ്യം തൊട്ട് മുന്നത്തെ വർഷം. എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 10 Newton is applied to a block A as shown in the figure. The mass of block A and B are 2 and 3. The block slides over a frictionless surface. The force exerted by block A on B. A ബിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബി എന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് രണ്ടും സെയിം അല്ലേ. സോ ഇവിടെ നമുക്ക് ആദ്യം ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ, വാട്ട് ഈസ് ആക്സിലറേഷൻ? അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് 2 plus 3 5 ആണ്. ദാറ്റ് വിൽ ഗിവ് 2 meter per second square. നമുക്കിവിടെ കോണ്ടാക്ട് ഫോഴ്സ് അല്ലേ വേണ്ടത്. സോ ഇവിടെ 3 കിലോഗ്രാമിന്റെ മുകളിൽ ആകെ ഒരു F മാത്രമേ എക്സൈഡ് ചെയ്യുന്നുള്ളൂ. കോണ്ടാക്ട് ഫോഴ്സ് F മാത്രമല്ലേ 3 കിലോഗ്രാമിന്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്നുള്ളൂ. സോ വാട്ട് ഈസ് F? F is equal to 3 into A. ഇവിടെ 3 into 2 that will give 6 Newton. അരേവ, ഓപ്ഷൻ 3 is the right answer. Again answer option 3. ഓക്കെ, സോ ഇത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതാണ് പുഷിംഗ് ടൈപ്പ് എന്ന് വിളിക്കുക. സോ പുഷിംഗ് ടൈപ്പിന് പകരം ഞാൻ ഇനി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പുള്ളിംഗ് ടൈപ്പാണ്. എന്താണ് പുള്ളിംഗ് ടൈപ്പ്? എന്താണ് പുള്ളിംഗ് ടൈപ്പിന്റെ വ്യത്യാസം? നമ്മളൊരു കയറിൽ 2 ബ്ലോക്ക് ഓഫ് മാസിനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കേസ്. നിങ്ങൾ ആലോചിക്കുക, പുഷിംഗ് എങ്ങനെയാണോ നേരെ തിരിച്ചാണ് നമ്മൾ പുള്ളിംഗ് സംസാരിക്കുക. ഞാനിവിടെ ഈ F എന്നുള്ള ഫോഴ്സ് കൊടുത്ത് ഈ ഒരു ബോഡിയെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഈ 2 ആളുകൾ നമ്മളൊരു വയറുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്, ഒരു റോപ്പ് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഞാനിതിനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഈ ഒരു M2 എന്നുള്ള ബ്ലോക്കിനെ ഞാൻ ഫോഴ്സ് കൊടുക്കുമ്പോൾ M2 എന്നുള്ള ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ കൊടുക്കും അല്ലേ. സോ നമ്മളറിയാം ടെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡിയിൽ നിന്ന് എപ്പോഴും എവേ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. സോ ഞാനിവിടെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് M1, ഇത് M2, ഇത് M1, ഇത് M2. സോ ദിസ് ഇസ് M1 ആൻഡ് ദിസ് ഇസ് M2. ഞാൻ ഇവിടെയാണ് ഫോഴ്സ് കൊടുത്തത്. ഇവ തമ്മിൽ എന്തുണ്ട്? റോപ്പ് കണക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നു M1നെ സംബന്ധിച്ച് ഇവിടുത്തെ ടെൻഷൻ ഇതിന്ന് എവേ ആയിരിക്കും, M2നെ സംബന്ധിച്ച് ഇയാളുടെ ടെൻഷൻ ഇയാളുടെ എവേ ആയിരിക്കും. സോ ഈ ഒരു ബോഡിന്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്ന ആക്സിലറേഷൻ കിട്ടാൻ സെയിം മെത്തേഡാണ്. വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഹിയർ എന്താ? F ഡിവൈഡ് ബൈ M1 പ്ലസ് M2. നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ്. ഇവിടെയോ? ഇവിടെയും സിമിലർ കേസാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് F ആണെങ്കിൽ ആക്സിലറേഷൻ ഈക്വൽ F ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 പ്ലസ് M3. ഇവിടെ എന്താ വ്യത്യാസം?
അവിടെ നമ്മൾ പുഷ് ആണെങ്കിൽ ഇവിടെ പുള്ളിങ് ആണ്. പുള്ള് ചെയ്യുന്ന സമയത്ത് റോപ്പിൽ അനുഭവപ്പെടുന്നതാണെന്ന് ടെൻഷൻ ഇസ് എ ഫോഴ്സ്. സോ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോഡീൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണ്. സോ M1 എന്നുള്ള ആളുടെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാ, ടി എന്നുള്ള ടെൻഷനാണ്. M2ൻ്റെ മുകളിലോ, M2ൻ്റെ മുകളിൽ ഈ ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, ഈ ഡയറക്ഷനിലേക്ക് ഒരു ടി ഉണ്ട്. സോ വാട്ട് ഈസ് ടി, ടി is equal to M1A വരും. അതേപോലെ ഇവിടെ എന്ത് വരും, F minus T is equal to M2A വരും. വളരെ സിമ്പിൾ ആസ് ദാറ്റ്. സോ ടെൻഷൻ എപ്പോഴും ഏത് ബോഡിയാണോ നിങ്ങൾ നോക്കുന്നത് അതിൽ നിന്ന് എവേ ആക്കി വരയ്ക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയം ഞാൻ പറയുന്നു M1 M2, ഇവിടെ ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ഈ ഫോഴ്സ് കാരണം ഇവർക്കിടയിൽ ഒരു ടെൻഷൻ ഉണ്ട്, ഞാൻ എന്ത് വിളിക്കുന്നു, അതിനെ T1 വിളിക്കുന്നു. അപ്പോൾ ഇത് T1 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവും, ഈ ബോഡിയിൽ T1 ഇവിടെ ഉണ്ടാവും. വേറെ റോപ്പ് ആയതുകൊണ്ട് ഇവിടുത്തെ ടെൻഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ T2 ഉണ്ടാവും, ഇവിടെയും T2 ഉണ്ടാവും. രണ്ട് ഡിഫറൻറ്റ് റോപ്പുകൾ, രണ്ട് ഡിഫറൻറ്റ് ബോഡികൾ അടുത്തടുത്തുണ്ടെങ്കിൽ കോൺടാക്ട് ഫോഴ്സ് സെയിം ആവില്ല, ഡിഫറൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ T1 അതേപോലെ T2. ഞാൻ നോക്കുമ്പോൾ M1ൻ്റെ മുകളിൽ ആണ് ഏറ്റവും ലീസ്റ്റ് ഫോഴ്സ് എക്സൈഡ് ചെയ്യുന്നത്. T2 മാത്രമേ M1ൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ M2ൻ്റെ മുകളിലോ, M2ൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്ക് T1 എക്സൈഡ് ചെയ്യുന്നുണ്ട്. ഇതാ M2ൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്ക് T1 ഉണ്ട്, ഈ ഡയറക്ഷനിലേക്ക് ആരുണ്ട്, T2 എക്സൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ M3ൻ്റെ മുകളിൽ നോക്കുന്ന സമയത്ത് M3ൻ്റെ മുകളിൽ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് F ഉണ്ട്, ഈ ഡയറക്ഷനിലേക്ക് T1 ഉണ്ട്. സോ നമ്മളിവിടെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ച് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് എഴുതാം, T2 is equal to M1A എഴുതാം. A നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ T1 minus T2 is equal to M2A, ഇവിടെ F minus T1 is equal to M3A എന്ന് നമുക്ക് എഴുതാം. ഇത് പ്രോപ്പറായിട്ട് ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. ചോദ്യം നോക്കാം. 2 blocks A and B having mass 4 kg and 8 kg respectively are connected by a string. If a force 120 Newton is applied on 8 kg mass, tension between A and B. So എന്റെ മുകളിൽ ഉണ്ടാകുന്ന ടെൻഷൻ T ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, T is equal to mass of A into acceleration of the system അല്ലേ. ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കാൽക്കുലേഷൻ ഫാസ്റ്റ് ആക്കാം. എന്റെ മാസ് എത്രയാ, 4 ആണ്, ബിന്റെ മാസ് എത്രയാ, 8 ആണ് അല്ലേ. സോ നമുക്ക് ആദ്യം ആക്സിലറേഷൻ അടിക്കുക. വാട്ട് ഈസ് ആക്സിലറേഷൻ, 120 divided by total mass 4 plus 8 12, that will give 10 meter per second square. What is tension here, tension is equal to 4 into mass of A 4 into 10, that will give 40 Newton. Option B is the right answer. ഒരു ചോദ്യം കൂടി നിങ്ങൾ ചെയ്യാം. എന്താണ്, 3 blocks are connected as shown in the figure. A horizontal frictionless table and pulled with the right force F is equal to 60 Newton. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് 60 ആണ്. M1 എത്രയാ, 10 ആണ്, M2 20 ആണ്, M3 30 ആണ്. T2 ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് T2, T2 ഈസ് ഹിയർ. നമുക്ക് എന്ത് ചെയ്യാം, ഈ M3ൻ്റെ മുകളിൽ M3 30 അല്ലേ, ഇങ്ങോട്ടേക്ക് 60 ഉണ്ട്, ഈ ഡയറക്ഷനിലേക്ക് T2 ഉണ്ട്, ഈ ബോഡി ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ആക്സലറേഷൻ കണ്ടുപിടിച്ചാൽ ആൻസറായി. എന്താ, 60 minus T2 is equal to 30A വരും. A കിട്ടണം. A എങ്ങനെ കിട്ടുക, A കിട്ടാൻ എന്താ പണി, 60 divided by total force, net force divided total mass, 30 plus 20, 50 plus 10, 60. Acceleration will be 1 meter per second square. So 60 minus T2 is equal to 30 into 1, 30. T2 is equal to 60 minus 30, that will give 30 Newton. Option 3 is the right answer. Option 3 is the right answer. So നിങ്ങൾക്ക് പുഷിംഗ് ടൈപ്പും പുള്ളിംഗ് ടൈപ്പും ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇതുപോലെ ഓരോരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻസുമായിട്ടൊരു സീരീസ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. സോ ഗൈസ്, താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ.